What an energetic performance. മോനെ പൊള്ളി. ഈ മേക്കപ്പ്, ലുക്ക്, കോസ്റ്റ്യൂം, നിന്റെ സ്റ്റെപ്സ് എല്ലാം അടിപൊളിയായിരുന്നു. കുറച്ചു നേരത്തേക്ക് ഡെഡിക്കേഷൻ ആവണ്ടെന്ന് ഞാൻ മറന്നുപോയി ഹരിച്ചേട്ടാ. അതെ, എല്ലാരും മറന്നുപോയി. പെർഫോമൻസ് ആവണ്ടെന്ന് വിചാരിച്ചു. ആർക്ക് വേണ്ടിയാ ഡെഡിക്കേറ്റ് ചെയ്ത്? എന്റെ പാപ്പൻ, അച്ഛന്റെ അനിയൻ. ഹായ് ഹായ് മിസ്റ്റർ പാപ്പൻ. ഹായ് പാപ്പൻ. അത് പാപ്പൻ 13ഓളം വർഷം ഗൾഫിലൊക്കെ ആയിരുന്നു. ഓക്കെ. അത് അറബിയൊക്കെ ആയി ബന്ധപ്പെട്ട പാട്ടാണല്ലോ അത്. പിന്നെ പാപ്പനെ സെലക്ട് ചെയ്തെന്ന് ഈ പാട്ട്. പഠിക്കാനൊക്കെ കുറെ സഹായിച്ചു. അറബി അറിയാവോ പാപ്പന്? കാര്യമായിട്ടൊന്നും അറിയില്ല, എന്നാലും പിടിച്ചു നിൽക്കാനുള്ള അറിയാം. പാപ്പനും പാടുമായിരിക്കും അല്ലേ? പാടും. പാപ്പന്റെ ഒരു പാട്ട് കേൾക്കണം. നിങ്ങള് ഒന്നിച്ചു പാടും. എന്താ പാപ്പൻ തന്നെ എഴുതി, പാപ്പൻ തന്നെ മ്യൂസിക് കമ്പോസർ. അത് വേണ്ട, ഞങ്ങൾക്ക് ഈഗോ അടിക്കും. അങ്ങനെയല്ല, പാപ്പൻ തന്നെ ഇഷ്ടത്തോടെ എഴുതിട്ട് ഞാൻ പാടിയിട്ടുണ്ട് ആ പാട്ട്. അവിടെ പോയിരുന്നോ? പാപ്പന്റെ അടുത്ത് ഇരുന്ന് പാടിക്കോ. അപ്പൊ പാപ്പന്റെയും പാർവണിയുടെയും പാട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നു. പാപ്പ പാപ്പ
The Papa song. നിഴലുകളാൽ ഞാൻ എഴുതിയൊരാ കാവ്യം ഇരുളറയിൽ മറയുകയായി വീണ്ടും നിലാവേ നീ പുൽകുമോ കിനാവിൽ തിരികെ തരാം ജനാലയിൽ കൈകോർത്തു ഞാൻ വിമോഹമായി അകലെ അകലെ. ഗുഡ് വെരി നൈസ്. വെരി ട്രെൻഡി. Beautiful composition. കൊള്ളാം പാപ്പ. പാപ്പൻ പൊളിച്ചു. പാപ്പ പൊളി. പാപ്പന് ഈ അറബ് നാട്ടിൽ ചൂടത്ത് കടത്തിട്ടുണ്ടാക്കിയ ട്യൂണാന്ന് പറയത്തില്ല. ഗുഡ് ഗുഡ്. പാപ്പൻ എന്താ ചെയ്യുന്നത്? എവിടെയാണ്? മിഡിൽ ഈസ്റ്റിൽ എവിടെയാണ്? ഞാൻ ബഹ്റൈനിലായിരുന്നു. ബഹ്റൈനിലായിരുന്നു. ആ, ബഹ്റൈൻ. ഇപ്പൊ എവിടാണ്? അപ്പൊ ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ ഇവിടെയാണ്. ഇവിടെ ആയതുകൊണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നതെന്ന്. എന്താ മണ്ട ജ്യോതിഷാനെ ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങളല്ലേ ചോദിച്ചത്? ഞാൻ ചോദിക്കില്ല. എന്റെ തലയിൽ കൂടെ ട്രെയിൻ ഓടുന്നു. സാരില്ല, പോട്ടെ. പോട്ടെ. അല്ല ഇനി തിരിച്ചു പോകുമോ? തിരിച്ചു പോകാൻ പ്ലാനൊക്കെ ഉണ്ട്. ആ തൽക്കാലം ഇല്ല കേട്ടോ. ആ കുറച്ചുകൂടി മുഖം ഇവിടെ കണ്ടാലേ നിൽക്കാന്ന് എനിക്ക് വിചാരിക്കുന്നു. ഒന്ന് ഞാൻ ഇവിടെ നിന്നോട്ടെ. എന്നെ എന്തിനാ ബഹ്റിലേക്ക് പറഞ്ഞു വിടുന്നേന്ന്. മറണ, നമുക്ക് എന്തായാലും ജഡ്ജ്മെന്റിലേക്ക് പോവാം. ഓക്കെ, ഹരിച്ചേട്ടാ. അയ്യോ യാ ഹബീബി പറയാതിരുന്നത്. പൊളിച്ചു മോളെ. കാലക്ക് എനിക്ക് ഇങ്ങനത്തെ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ടിലൊക്കെ കേൾക്കുമ്പോൾ ഒരു സമാധാനവും സന്തോഷമാണ്. ഇപ്പോഴും ഒരേ പാട്ട് കേൾക്കുന്നതിന് വരെ നമ്മുടെ ഓഡിയൻസിനും അതെ, ഇതിപ്പോ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും പാർവണയുടെ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ താങ്ക് യു പാർവണ, നല്ല ചോയ്സ്. താങ്ക് യു സർ. കണ്ട, ഇതാ ഞാൻ പറഞ്ഞു, ബ്രില്യൻ്റ് ആയിട്ട് നമുക്ക് ഡെഡിക്കേഷൻ റൗണ്ടിൽ എടുക്കാമെന്ന്. വേണമെങ്കിൽ പാർവണയ്ക്ക് ഒരു കരച്ചിൽ പാട്ടായിട്ട് വരായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ ഒരു ഉഗ്രൻ പെർഫോമൻസ് തന്നു. അതും അറബിക് ആയിട്ടുള്ള ഒരു സിംഗിങ് ഒക്കെ വെച്ചിട്ട്, എസ്പെഷ്യലി ആ സെക്കൻഡ് ഹാഫ് ടേക്ക് ഓഫ് ആയിരുന്നു അവിടെ. ഇതെനിക്ക് വായിക്കാൻ എങ്ങനെയാണെന്ന് പറഞ്ഞൂടാ, അല്ലെങ്കിൽ ഞാൻ വായിച്ചു വരായിരുന്നു. That's what I mean. കൊള്ളാം കൊള്ളാം. Very nice. അതാണ് തന്നെ ഞാൻ മോളെ. ഉദ്ദേശിച്ചത്. അതെ. കേട്ടോ മോളെ, ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സർ. അപ്പൊ ഇങ്ങനത്തെ സോങ്സ് ഒക്കെ എടുക്കുക. നിങ്ങളുടെ പാർവണ ആ കാര്യത്തിൽ അടിപൊളിയാണ്. പണ്ടേ വേഴ്സ്റ്റൈൽ ആയിട്ടുള്ള സോങ്സ് ഒക്കെ എടുത്ത് അങ്ങനെ ആകുമ്പോഴേ നമുക്കും ബോറടിക്കാതെ കുറെ പാട്ടില് വീണ്ടും പാടാനും തോന്നുള്ളൂ അല്ലേ? ഒരേ ടൈപ്പ് പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് ബോറടിക്കും, കേൾക്കുന്നവർക്കും ബോറടിക്കും. ഇങ്ങനത്തെ സോങ്സ് എടുത്തതിന് കൺഗ്രാറ്റ്സ് ആൻഡ് ബ്രില്യന്റ് പെർഫോമൻസ്. താങ്ക് യു സൂപ്പർ. സർ. കീപ് ഗോയിങ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, ഓ എന്റെ പൊന്നു മോളെ പൊളിച്ചടുക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സർ. ശരിക്കും പെർഫോമൻസ് റൗണ്ട് എന്ന് വിചാരിച്ചു. അതാ ഞാൻ പറഞ്ഞു, ഡെഡിക്കേഷൻ ഒന്ന് മറന്നുപോയി. അതെ, കാരണം ഇടയ്ക്ക് വെച്ച് ഹരി എന്നോട് ചോദിച്ചു, അതെ ഇത് ഏതാ റൗണ്ട്? ഞാൻ പറഞ്ഞു ഡെഡിക്കേഷൻ. അപ്പൊ അവൻ അങ്ങോട്ട് നോക്കുമ്പോ അവിടെ ഒരാളിരിക്കും. ഞാൻ അതുവരെ കണ്ടില്ല കേട്ടോ. ഇല്ല ഞാൻ ചോദിച്ചു ഇത് ഏത് റൗണ്ട്? ഭയങ്കര പെർഫോമൻസ്. അവർ എന്തോ അവിടെ ഒരാൾ ചുമ്മാ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. സംശയമായിപ്പോയി. പോട്ടെ. പാർവണ, ഇന്ന് ഇവിടുത്തെ ഇപ്പൊ ഈ ഡാൻസും ഉള്ള പെർഫോമൻസ് ആണ് ഐ തിങ്ക് ഈ ഡാൻസ് വെച്ചിട്ട് ഉള്ളതിൽ വെച്ച് നമ്മൾ ഈ കണ്ടതിൽ വെച്ച് ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. കാരണം ഒരുപാട് കണ്ടസ്റ്റൻസ് ഇവിടെ വന്നിട്ട് ഇതുപോലെ ചെറിയ മൂവ്മെന്റ് ഒക്കെ ചെയ്തിട്ട് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ മോൾ എന്താന്ന് വെച്ചാൽ മോള് ഡാൻസും ചെയ്തു. ആ ഡാൻസ് ഒന്നും പാട്ടിനെ എവിടെയും എഫക്ട് ചെയ്തതും ഇല്ല. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടാണ് താങ്ക് യു സർ. മോള് ചെയ്തത്. ഈ ടോൺ ഷിഫ്റ്റ് അത് ശരിക്കും അത് മിമിക് ചെയ്യുന്നത് പോലും തോന്നുന്നില്ല. അത് എക്സാക്റ്റ് ആയിട്ടാണ് പാടുന്നത്. ആ സ്വിച്ചിങ് പെർഫെക്റ്റ് ആയിരുന്നു, ആ ഡിക്ഷൻ പെർഫെക്റ്റ് ആയിരുന്നു, അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. കുറച്ച് പിച്ച് ഔട്ടുകളുണ്ട്, ഒന്നല്ല കുറച്ച് പിച്ച് ഔട്ടുകളുണ്ട്. പക്ഷെ അഗൈൻ ഞാൻ പറയാണ്, ഇത് നമ്മളെല്ലാവരും അത് കയ്യിലെടുത്തു എന്നുള്ളതാണ്. എല്ലാവരും കയ്യിലെടുത്തു. അടിപൊളി, വേറെ ഒന്നും പറയാനില്ല. ഓൾ ദ ബെസ്റ്റ് മാഡം. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. കലക്കിടാ. താങ്ക് യു സർ. അതൊരു എന്തെങ്കിലും ഒരു ഞെട്ടി എന്താ ഡെഡിക്കേഷൻ എന്ന് തോന്നിയതേ ഇല്ല കുഞ്ഞെ കേട്ടോ. ഇങ്ങനൊരു പാപ്പനെ അവിടെ കൊണ്ടിരുത്തിയിട്ട് ഭയങ്കര ഡാൻസ്. സാധാരണ ഉള്ളവർ ഇങ്ങനെ ഇപ്പോൾ ഗുരുക്കന്മാരെ കൊണ്ടിരുത്തിയാലും അവരുടെ സ്വന്തക്കാരെ കൊണ്ടിരുത്തിയാലും വളരെ സമാധാനപരമായിട്ട് അവരെ മാക്സിമം വിഷമിപ്പിക്കുന്ന വിധത്തിലുള്ളൊരു പാട്ടാണ് എടുത്തുകൊണ്ട് വന്ന് ഇതുവരെ പാടിയേക്കുന്നത്. മോളിൽ നിന്നൊക്കെ തകർത്തൊരു ഐറ്റം. അത് ചിലയിടമൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ കേട്ടോ. നിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു ചെയ്തതൊക്കെ ഗുമ്മായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ TTR സംഘത്തിൻ്റെ കോറസ് അതിമനോഹരം കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ എല്ലാം തകർത്തു മോളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഇനി മാർക്ക്. ശരത് സർ. യെസ്. ചെറിയൊരു ചേഞ്ച്. അല്ല ഒരു വ്യത്യാസം ആരാ ഇഷ്ടപ്പെടാത്തത്? ഇപ്രാവശ്യം ഞാൻ മാർക്ക് ഹൈഡ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. Why? ജസ്റ്റ് ഫോർ ഫൺ യാർ.
നമ്മൾ രണ്ടുപേരുടെ മാർക്സ് നമ്മളിപ്പോ പറയാം. ഇത്രയും ദിവസം കൂട്ടുണ്ടായിരുന്നു. എന്നാ ഷാനിക്ക. അപ്പൊ ഈ പറഞ്ഞ പിച്ച് ഔട്ടിന്റെ പരിപാടികളുടെ മാർക്കൊക്കെ പുള്ളി കുറച്ചിട്ടുണ്ട്. അത് എത്രയാന്നുള്ളത് നമുക്കറിയില്ല. കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ രണ്ടുപേരും 100% ഹാപ്പിയാണ്. ആ. അതുകൊണ്ട് ഞാൻ തരുന്നു 10. ചേട്ടാ എനിക്ക് ആ കിസ്സ പറഞ്ഞോളൊരു ചെറിയൊരു ഇതുണ്ട്, അതുകൊണ്ട് ഞാൻ 10 തരുന്നു. 20 marks. ടോട്ടൽ 20 മാർക്സ്. ഇനി ശരത് അപ്പൊ സാർ ഓൾമോസ്റ്റ് ഒരു ഗോൾഡൻ മൊമെന്റ് ആണ് കേട്ടോ ഇത്. അല്ല, അതാണ് ആ ചെറിയ പ്രശ്നം കൊണ്ടാണ്. അതെ, അതർവൈസ് അടിച്ചാനോ കുഞ്ഞ്? എല്ലാം പാപ്പന്റെ ഐശ്വര്യം. ഓക്കേടാ, ഓൾ ദ ബെസ്റ്റ്.